ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഷാഡോ ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ തണലിൽ എന്ന വചന പരമ്പരയിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെയൊക്കെ ജീവിതങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദി പറഞ്ഞാലും തീരാത്ത മാത്രം അനുഗ്രഹങ്ങൾ, കൃപകൾ ദൈവം നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ചൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം വളരെ സന്തോഷപൂർവകമായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന അവസരത്തിലും ഒരു വശത്ത് വലിയ വേദന, ആകുലത എല്ലാം നമ്മുടെയൊക്കെ മുമ്പിലും ഉണ്ട്. കഴിഞ്ഞ ദിവസം വായിച്ച ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു പാർക്കിൽ വൃദ്ധയായ ഒരമ്മച്ചി വന്നിരിക്കുകയാണ്. ആ അമ്മച്ചി എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കരയുകയും ചെയ്യുന്നുണ്ട്. ആ വൃദ്ധയായ സ്ത്രീ ഇരിക്കുന്നതിൻ്റെ എതിർവശത്ത് ഒരു യുവാവ് എന്തോ എഴുതിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ സ്ത്രീയുടെ കരച്ചിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഈ സ്ത്രീയോട് ചോദിക്കുകയാണ്, എന്തിനാണ് കരയുന്നത് എന്ന്. അവർ മറുപടി പറഞ്ഞു, എൻ്റെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അസ്വസ്ഥപ്പെട്ടതിൻ്റെ, ആകുലപ്പെട്ടതിൻ്റെ ചിന്തകളാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ആകുലതകൾ കൊണ്ടും അസ്വസ്ഥതകൾ കൊണ്ടും എൻ്റെ ജീവിതം മുഴുവൻ അങ്ങ് മുമ്പോട്ട് പോയി. തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ വേദന എന്ന് പറയുന്നത് ഞാൻ ആകുലപ്പെട്ടതുപോലെയോ അസ്വസ്ഥപ്പെട്ടതുപോലെയോ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം സമയം ആകുലപ്പെടാൻ, അസ്വസ്ഥപ്പെടാൻ എന്തിനാണ് അത്രമാത്രം ഞാൻ സമയം കൊടുത്തത് എന്നോർത്താണ് ഇപ്പോൾ ഞാൻ ദുഃഖിക്കുന്നത് എന്ന് ആ സഹോദരി ഈ യുവാവിനോട് പറയുകയാണ്. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. ആദ്യം ഞാൻ പറഞ്ഞു, ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നന്മകൾ ഒരുപാട് കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നാളെ എന്ത് സംഭവിക്കും, ആ ഒരു ചിന്തകൾ നമ്മളെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുമൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ ആകുലതയിൽ, അസ്വസ്ഥതയിൽ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെയാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത്, മകനെ, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഈ ജീവിത ഭാരം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഒത്തിരി വേദന വരുമ്പം, ദുഃഖം വരുമ്പം ഈ വേദനയെല്ലാം ഒരുപക്ഷെ കുറച്ച് സമയത്തേക്ക് ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ കൊടുക്കും. കുറച്ച് സമയം കഴിയുമ്പം നമ്മൾ അറിയാതെ ഈ ഭാരം വീണ്ടും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരികയാണ്. ഈ ഭാരം വഹിച്ചുകൊണ്ട് നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഒരിക്കലും ശാന്തമാകുവാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പം വലിയ ആദിയാണ്, ആകുലതയാണ്. കാരണം നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ ഏകദേശം 16 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളെല്ലാം തന്നെ ജോലി അന്വേഷിച്ചും പഠിക്കാനുമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ മാതാപിതാക്കളുടെ ആകുലത എന്ന് പറയുന്നത് അത് കുറച്ച് മാത്രമല്ല. അവർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് തങ്ങളുടെ മക്കളെക്കുറിച്ച്. ആ പ്രതീക്ഷകൾക്ക് അനുസരിച്ച്
അവർ ഉയരണം, വളരണമെന്നൊക്കെ ധാരാളമായിട്ട് ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. അവർക്ക് അവിടെ പോയി സാഹചര്യങ്ങളുമായിട്ട് ഒന്ന് താരതമ്യപ്പെട്ടു പോകുവാനായിട്ട് പറ്റുമോ? അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നു മാത്രം നമ്മൾ ഓർത്താൽ മതി. മാതാപിതാക്കൾ ചെറുപ്പത്തിലേ തന്നെ ജീവിതത്തിൻ്റെ വേദന, കഷ്ടപ്പാട് ഇവയെല്ലാം മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 50-ാമത്തെ വചനത്തിൽ നാം കാണുന്നുണ്ട്, ഈശോ നസ്രത്തിലെ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് വിധേയനായിട്ട് ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നുവെന്ന്. മാതാപിതാക്കൾക്ക് വിധേയരായി ജ്ഞാനത്തിലും പ്രായത്തിലുമൊക്കെ വളർന്നു വന്ന ഒരു മക്കളും ഒരിക്കൽ പോലും ഒരു വേദനാജനകമായ രീതിയിലേക്ക്, മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടാത്ത, അവരാഗ്രഹിക്കാത്ത രീതിയിലേക്ക് പോവില്ല എന്നുള്ള വലിയ ഒരു ചിന്ത, ഒരാശ്വാസം ദൈവം നമുക്ക് തരികയാണ്. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് മക്കളെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ വരണമെങ്കിൽ നാം എന്തു ചെയ്യണം? ഞാൻ സൂചിപ്പിച്ചു, മക്കളെ കഷ്ടപ്പാടും അധ്വാനവും അറിയിച്ച് വളർത്തണം. ചെറുപ്പകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം, പ്രത്യേകിച്ച് 4-ലോ 5-ലോ ഒക്കെ പഠിക്കുമ്പം ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം വ്യക്തികൾ റോഡിന് അരികിൽ കേബിൾ കുഴികൾ കുഴിക്കുവാനായിട്ട് വരുമായിരുന്നു. എപ്പോഴോ കണ്ട ഒരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചകെടാതെ നിൽക്കുകയാണ്. ഈ കേബിൾ കുഴി കുഴിക്കുന്ന ഒരു കുടുംബം, അപ്പനും അമ്മയും ഒരുമിച്ച് ജോലി ചെയ്യുകയാണ്. ഈ അപ്പച്ചൻ ഒരു വലിയ കമ്പിയൊക്കെ എടുത്ത് കുഴി കുത്തുക, അമ്മ മമ്മട്ടിത്തൂമ്പ കൊണ്ട് മണ്ണൊക്കെ മാറ്റുകയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. തൊട്ടടുത്ത് ഒരു മരത്തിൻ്റെ അടുത്ത് ഒരു ചെറിയ ഒരു കൂടാരം കെട്ടിയിട്ടുണ്ട്. ആ കൂടാരത്തിനടുത്ത് മരത്തിൻ്റെ ഒരു വലിയ ശാഖയിൽ ഒരു തൊട്ടിൽ കെട്ടിയിട്ടുണ്ട്. ആ തൊട്ടിലിൽ ഒരു ഏകദേശം 5-6 മാസം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ് ശാന്തമായി ഉറങ്ങുകയാണ്. ഒരു കുഞ്ഞു മകള് ഈ തൊട്ടിൽ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞിനെ ഉറങ്ങാൻ സഹായിക്കാനായിട്ട്. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഈ അപ്പനും അമ്മയുമൊക്കെ ഈ വർക്ക് കേബിൾ കുഴി കുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ കുഞ്ഞു മകള് സ്വന്തം അനുജനെയോ അനുജത്തിയോ പരിപാലിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഈ തൊട്ടിൽ ആട്ടിക്കൊടുക്കുന്നു. രാവിലെ കെട്ടിയതായിരിക്കാം ഒരുപക്ഷെ തൊട്ടിൽ, തണുപ്പുണ്ടാവാം, സൂര്യരശ്മികൾ വരുന്നുണ്ട്, സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്, മധ്യാഹ്ന സമയത്തും ചൂടും എല്ലാം ഉണ്ട്. ചുരുക്കത്തിൽ ചൂടും തണുപ്പും എല്ലാം അനുഭവിച്ചാണ് ഈ തൊട്ടിലിലെ കുഞ്ഞ് ജനിച്ച് വളരുന്നത്. ഈ അവസരം എത്രയോ മനോഹരമാണ്. ഇനി കുറച്ച് കഴിയുമ്പം ഈ മക്കളും അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഉപയോഗിക്കുന്ന ആ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെറുതായിട്ട് ജോലി ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ മാതാപിതാക്കളുടെ കഷ്ടപ്പാടും വേദനയും വിയർപ്പിൻ്റെ മണവും ഒക്കെ ചെറുപ്പത്തിലെ തന്നെ അവർ കൈവശമാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് മാതാപിതാക്കൾക്ക് വിധേയരായിട്ട് വളരുന്ന മക്കളെക്കുറിച്ച് ഒരിക്കലും വേദനിക്കേണ്ട, ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ദൈവകരങ്ങളിൽ അവർ സംരക്ഷിതരാണ്. ഒരു ടീനേജർ പങ്കുവെച്ചത് ഇപ്രകാരമാണ്: അച്ഛാ, എൻ്റെ അമ്മ വലിയ പ്രാർത്ഥനിക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പഠനമെല്ലാം കേരളത്തിൽ പൂർത്തിയാക്കി വേറൊരു സംസ്ഥാനത്തേക്ക് പഠിക്കുവാനായിട്ട് പോയി. പുതിയ സാഹചര്യങ്ങളാണ് എൻ്റെ മുമ്പിൽ തുറന്നു വന്നത്. എനിക്ക് ധാരാളം കൂട്ടുകാരുണ്ട്. മലയാളികൾ മാത്രമല്ല, മറ്റു സംസ്ഥാനത്തെ കൂട്ടുകാരും എല്ലാം എനിക്ക് ചുറ്റിലുമുണ്ട്. അതിൽ കുറച്ചു പേരൊക്കെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ആരെങ്കിലുമൊക്കെ ലഹരി പദാർത്ഥം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു.
അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരുടെ ഇടയിൽ ഞാൻ ഒറ്റപ്പെടുമായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഒറ്റപ്പെടലിൻ്റെ ഒരു വേദന. കൂട്ടുകാരാൽ ഒറ്റപ്പെട്ട് ചിലപ്പോൾ അവർ അടുത്തുപോലും ഇരിക്കുവാനായിട്ട് തയ്യാറാവില്ല അച്ഛാ. ഒരു നോട്ട് ബുക്കോ ഒരു പേനയോ ഒന്നും ചോദിച്ചാൽ ഒരു സപ്പോർട്ടും കിട്ടില്ല. എപ്പോഴും കുത്തുവാക്കുകളും എല്ലാമാണ് ഉണ്ടായിരുന്നത്. അവസാനം ഇവരുടെ കൂടെ ഞാനും അറിയാതെ കൂടിത്തുടങ്ങി. ഇങ്ങനെ എനിക്കും ഇത് കിട്ടാത്ത ഒരവസ്ഥ വരുമ്പം ഭയങ്കര വേദനയുണ്ടായി. ഒരു ദിവസം ഈ കൂട്ടുകാരോടൊപ്പം ഞാനും പോകുന്ന ഒരവസരത്തിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് കരഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയുടെ മുഖമാണ്. അച്ഛാ, ആ മുഖമോർത്തപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ അറിയാതെ വിതുമ്പിപ്പോയി. ഞാൻ കൂട്ടുകാരോട് ഒഴികഴിവ് പറഞ്ഞ് തിരിച്ചു പോന്നു. പിന്നെ ആ മകൻ എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ മാസങ്ങളോളം ആ കോളേജിൻ്റെ ക്ലാസ് റൂമിൽ ഒറ്റപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഒരുപാട് തിരസ്കരണമുണ്ടായി. അവസാനം ഏകദേശം ഒരു സെമസ്റ്റർ എനിക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. കൂടെയുള്ളവരുമായിട്ട് ഒത്തുപോകാനായിട്ട് പറ്റുന്നില്ല. ഒറ്റപ്പെടൽ അത്രമാത്രമായിരുന്നു. എങ്കിലും ഞാനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എൻ്റെ പിതാവിനെ, എൻ്റെ മാതാവിനെ ഞാൻ വേദനിപ്പിക്കില്ല. അവർ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. ഞാൻ മൂലം ഒരു വേദന ഉണ്ടാവില്ല. അങ്ങനെ ആ മകൻ പിടിച്ചു നിന്നു. അവൻ പരീക്ഷ എഴുതി. മാനുഷികമായി നോക്കുമ്പം ഒരു 6 മാസം അവന് നഷ്ടപ്പെട്ടു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് അവൻ ഏറ്റവും വലിയ ഉത്സാഹത്തോടെ ഒരു വിദേശ രാജ്യത്ത് കാനഡയിൽ അവൻ ജോലി ചെയ്യുകയാണ്, നല്ല ശമ്പളത്തിൽ. അതോടൊപ്പം തന്നെ അവൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വിളിക്കുകയും അവരെയും അങ്ങോട്ട് ഇടയ്ക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഇതാണ് ജീവിതം. ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളോട് മക്കളെക്കുറിച്ച് അധികം ആകുലപ്പെടേണ്ട എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. ഞാൻ ജനിച്ചു വളർന്നത് മലബാറിലാണ്. 1950കളിൽ കോട്ടയം പാല ഭാഗത്തു നിന്ന് കുടിയേറിപ്പാർത്ത ഒരുപറ്റം കർഷക ജനത. എൻ്റെ വല്യമ്മച്ചി എന്നോട് പറയാറുള്ളത് ഇപ്രകാരമായിരുന്നു: മകനെ, ആദ്യ നാളുകളൊക്കെ വളരെ വിഷമത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. കാരണം അവിടെ നിന്ന് പൈസയൊക്കെ ഉണ്ടാക്കി മലബാറിലെത്താൻ പറ്റി. ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ചു കൂട്ടി. ഈ അമ്മച്ചിക്ക് 10 മക്കളുണ്ട്. ഈ 10 മക്കളെയും സംരക്ഷിക്കണം. സ്ഥലം ഇഷ്ടംപോലെ മേടിച്ചു കൂട്ടി. അവസാനം കാട് വെട്ടിത്തെളിച്ച് ചെറിയ ഓല കൊണ്ട് മേഞ്ഞ ഒരു പുര, അവിടെയാ ഈ മക്കളും അമ്മച്ചിയും എല്ലാവരും, അപ്പച്ചനും എല്ലാവരും കൂടെ താമസിക്കുന്നത്. മൂത്ത സഹോദരൻ, മൂത്ത സഹോദരി ഇളയ ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കും. അതുകൊണ്ട് വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുവാൻ സാധിക്കും. കുറച്ച് കഴിഞ്ഞപ്പം വല്യപ്പച്ചൻ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആ അവസരത്തിൽ കുടുംബത്തിലെ മൂത്ത സഹോദരൻ അപ്പൻ്റെ സ്ഥാനത്തേക്ക് വരികയാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആ മൂത്ത സഹോദരനും മരണമടഞ്ഞു. എങ്കിലും ഈ അമ്മച്ചി ദൈവത്തോട് ചേർന്ന് നിന്നു. പ്രാർത്ഥനയോടെ ഈ അമ്മച്ചി ദൈവത്തോട് ചേർന്ന് നിന്നു. അങ്ങനെ ആ 9 മക്കളെയും സംരക്ഷിച്ച് അമ്മച്ചി സന്തോഷമായിട്ട് ജീവിച്ചു. അവരൊക്കെ വലിയ ഉന്നതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ഇന്ന്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്, ആ കുടുംബത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. സന്ധ്യമണി അടിക്കുമ്പം ഏകദേശം 6:30, 6:45 സമയം ആ ഗ്രാമത്തിൽ പള്ളിമണി അടിക്കുമ്പോൾ ഈ മക്കളെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് കർത്താവിൻ്റെ മാലാഖ എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അതിനുശേഷം അമ്മച്ചിക്ക് സ്തുതി കൊടുക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പം ഒരുമിച്ചിരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. അതായിരുന്നു അവരുടെ സന്തോഷം. ഒരു വശത്ത് പട്ടിണിയുണ്ട്, ഒരു വശത്ത് രോഗമുണ്ട്. പക്ഷേ ഈ പട്ടിണി മാറ്റാൻ ഇവർ ഒരുമിച്ചിറങ്ങിയിട്ട് ധാരാളം കപ്പ കൃഷി ചെയ്തു, നെല്ല് വിതച്ചു. കപ്പയും നെല്ലുമെല്ലാം ധാരാളം വന്നു. രോഗമുണ്ടായി, അതിന് നാട്ടുവൈദ്യന്മാരുണ്ടായിരുന്നു. അവരുടെ അടുക്കലേക്ക് പോയി.
ഈ പട്ടിണിയും രോഗവും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് അധികം ആകുലതയില്ലായിരുന്നു. കാരണം മക്കൾ ദൈവം തന്ന ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മക്കളെയൊക്കെ ഏറ്റെടുത്തു. അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കാലഘട്ടം മാറി. മിക്ക കുടുംബങ്ങളിലും 1 അല്ലെങ്കിൽ 2 മക്കൾ അങ്ങനെയാണ് ഉള്ളത്. തീരെ അപൂർവം ചില കുടുംബങ്ങളിൽ മാത്രമേ 3, 4, 5 മക്കളൊക്കെ ഉള്ളൂ. അവരോട് ചോദിച്ചാൽ അവർ പറയും, അച്ഛാ 4, 5 മക്കളുള്ള കുടുംബത്തിൽ അവരോട് ചോദിച്ചാൽ പറയും, ഏറ്റവും സന്തോഷത്തോടെയാ ഞങ്ങൾ ജീവിക്കുന്നത്. കാരണം മൂത്തയാള് ഇളയാളുടെ കാര്യങ്ങളൊക്കെ നോക്കും, വലിയ സന്തോഷമാണ്. പഠിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ വലിയ സന്തോഷമാണെന്ന് അവർ പറയും. ഓർക്കുന്നു, കോവിഡിൻ്റെ സമയത്ത് സ്നേഹത്തോട് ജീവിച്ചു പോയ ഒരു കുടുംബമുണ്ട്. മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിച്ച ഒരു കുടുംബം. ആ 4 പേരും 4 രാജ്യത്തായിരുന്നു. അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ സമയത്ത് കോവിഡിൻ്റെ ആ മൂർധന്യമായ അവസ്ഥയിൽ 4 പേർക്കും വലിയ ആകുലതയായിരുന്നു, ടെൻഷനായിരുന്നു. പക്ഷേ അവരൊരു തീരുമാനമെടുത്തു, ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒരുമിച്ച് കൂടണം. അവർ തീരുമാനമെടുത്തു, ഒന്നെങ്കിൽ വാട്സപ്പ് കോളിൽ വീഡിയോ കോൾ വരിക, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ്, സൂം അതിൽ വരിക. അങ്ങനെ ഇവർ ഒരുമിച്ച് ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒരുമിച്ച് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥന കഴിഞ്ഞ് അവർ ഭക്ഷണം 4 സ്ഥലത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു. പക്ഷേ ആ ഭക്ഷണം എടുത്ത് കഴിക്കുമ്പം പരസ്പരം മുഖത്തോട് മുഖം നോക്കി തമാശകളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ പോകുമ്പം അവിടെ ഒരു സംസാരമുണ്ട്, സംഭാഷണമുണ്ട്. അവരുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ കൊടുക്കുകയാണ്. അകലെയായാലും മാതാപിതാക്കൾക്ക് മക്കളെ ഓർത്ത് വേദനിക്കേണ്ട. അവരെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വലിയ ഒരു ബോധ്യം അതാണ് ഉണ്ടായത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക എന്ന്. നമുക്കത് സാധിക്കട്ടെ. കാരണം ഈശോ നസ്രത്തിലെ കുടുംബത്തിൽ വളർന്നു വന്നത് നമുക്കറിയാം എങ്ങനെയാണെന്ന്. മാതാപിതാക്കളുടെ വേദനയറിഞ്ഞു, കഷ്ടപ്പാടറിഞ്ഞു, നൊമ്പരങ്ങളറിഞ്ഞു. അങ്ങനെയാ അവർ വളർന്നു വന്നത്. അപ്പോൾ ആ ശിക്ഷണം, ആ വേദന അതെല്ലാം അറിയിച്ചുകൊണ്ട് വളരുമ്പോഴാണ് അവിടെ വലിയൊരു സൗഭാഗ്യമുണ്ടാവുക, സന്തോഷമുണ്ടാവുക. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാം. പ്രത്യേകിച്ച് മക്കളൊക്കെ പഠിക്കുവാനായിട്ട് ഇന്ത്യക്ക് അകത്തും പുറത്തുമൊക്കെ പോയി കഴിയുമ്പം മാതാപിതാക്കളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്: അച്ഛാ, അവൻ്റെ ഒരു സ്വരം കേൾക്കാൻ, മകളുടെ ഒരു സ്വരം കേൾക്കുവാനായിട്ട് കൊതിക്കുന്നു എന്ന്. കാരണം വലിയ സ്നേഹമായിരുന്നു, അവരെ പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അർത്ഥമെന്ന് പറയുന്നത് മക്കളാ. അവർ ഉണ്ടില്ലെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും മക്കൾക്കെല്ലാ സൗഭാഗ്യങ്ങളും ചെയ്തു കൊടുക്കും. അവരുടെ അർത്ഥം ജീവിതം തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവത്തിന് കൊടുക്കാം. ദൈവമാണല്ലോ മക്കളെ നൽകിയത്. അവരുടെ ധർമ്മം അവർ ചെയ്തു, അത് മാത്രം മതി. ഇനി മക്കൾ ഇങ്ങോട്ട് വിളിക്കുവാനായിട്ട് നോക്കണ്ട, അവരെ അങ്ങോട്ട് വിളിക്കാലോ, അവരുടെ സ്നേഹസംഭാഷണം നടത്താലോ. അവിടെയല്ലേ ജീവിതം വിജയിക്കുക. വേറൊരു കാര്യമുണ്ട്. ഒരു കുടുംബത്തിൽ വലിയ സ്നേഹത്തോടെ അവർ ജീവിച്ച് വളർന്ന് പോയതാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം 2-3 വർഷം കഴിയുമ്പം ആദ്യം വിളിച്ചതുപോലെയൊന്നും മക്കൾ ഈ മാതാപിതാക്കളെ വിളിക്കാറില്ല. ആ മകനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് വിളിക്കാത്തേ? ആ മകൻ പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ഛാ, വിളിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പള്ളിയിൽ പോയോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന. ഇത് കേട്ട് കേട്ട് മടുത്തു. അച്ഛാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷേ അത് എപ്പോഴും ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്.
പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ, ഈ സദ്യ വിളമ്പുമ്പം പായസം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഭവമാണ്. അത് സദ്യയുടെ അവസാനമല്ലേ വിളമ്പുന്നത്? അങ്ങനെയെങ്കിൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് മക്കളിലും ഒരു കരുതലുണ്ടാവണം. നമുക്കറിയാം, വിദേശ രാജ്യത്തേക്ക് മക്കൾ പഠിക്കാനോ ജോലിക്കൊക്കെ പോയാൽ അത് നിസ്സാരമായ ഒരു കാര്യമല്ല. അവരവിടെ ചെല്ലുമ്പം സമയത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ രാത്രിയായിരിക്കാം അവിടുത്തെ പകൽ, അവിടുത്തെ പകലായിരിക്കാം ഇവിടുത്തെ രാത്രി. കാരണം വിദേശ രാജ്യത്ത് ആയിരുന്നപ്പോൾ ഈ വേദനകളും ബുദ്ധിമുട്ടുകളെല്ലാം ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ വന്നു കഴിയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പിന്നീട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് രണ്ട് സംസ്കാരം, നമ്മുടെ രാജ്യത്ത് ഒരു സംസ്കാരം, മറുവശത്ത് മറ്റൊരു സംസ്കാരം. ഇതിൽ ശരിയേതാ തെറ്റേതാ എന്ന് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടെയുള്ളവരൊക്കെ പ്രവർത്തിക്കുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് ശരിയാകുമോ, അത് തെറ്റാവുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ് തെറ്റും ശരിയും തിരിച്ചറിയാനായിട്ട്. അങ്ങനെ ആ സംസ്കാരത്തിൽ ഈ രണ്ട് സംസ്കാരങ്ങളിലെ പല കാര്യങ്ങളും ഉൾക്കൊള്ളണം, ചേർന്ന് പോകണം. ഇവിടെ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഈ മക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ അവസരത്തിൽ അവരെ വിളിക്കുമ്പം നമ്മൾ ആദ്യം അവരോട് ചോദിക്കേണ്ട കാര്യം, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? സന്തോഷമാണോ? ജോലി എങ്ങനെയുണ്ട്? പഠനം എങ്ങനെയുണ്ട്? എന്നൊക്കെയാണ് അവരോട് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിച്ചു കഴിയുമ്പം എൻ്റെ അപ്പച്ചന്, എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആ മകന് മകള് എല്ലാ വേദനകളും തുറന്നു പറയും. അവസാനം പറയണം, പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, പള്ളിയിലൊക്കെ പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പം ആ മക്കൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പച്ച അമ്മച്ചി, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് ജീവിതത്തെ നേരിടാൻ പറ്റും, അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് മതി. കണ്ടോ, വലിയൊരു സ്നേഹം, വലിയ മനസ്സ് തുറന്നുള്ള ഒരു സംസാരം. അതാണ് അവിടെ വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആകുലതകൾ കൊണ്ടൊന്നും വലിയ ഫലമില്ല എന്ന് നമ്മൾക്ക് മനസ്സിലായി. ഇനിയും ഈ പ്രിയപ്പെട്ട മക്കള് വിദേശ രാജ്യത്ത് ജീവിച്ച് അവർ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പം ഒരുപക്ഷെ മാതാപിതാക്കളെ അങ്ങോട്ട് വിളിക്കും. അങ്ങോട്ട് വിളിക്കുമ്പം അവിടെ ചെല്ലുവാനായിട്ട് തയ്യാറാകണം. അങ്ങനെ കുറച്ചു നാളത്തേക്കെങ്കിലും അവിടെ ചെല്ലണം. അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കണം. കാരണം പുതിയൊരു നാടാണ്. നമ്മളോർക്കും വിദേശ രാജ്യത്താണെങ്കിൽ വലിയ സുഖത്തോടെ സൗഭാഗ്യത്തോടെയാണ് ജീവിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും. പക്ഷേ അതിനനുസരിച്ച് അധ്വാനിക്കുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാട്, അവരുടെ വേദന, ജീവിതം കൂട്ടിമുട്ടിക്കാൻ ജീവിത പങ്കാളി രണ്ടുപേരും അധ്വാനിക്കണം. ആദ്യകാലങ്ങളിലൊക്കെ മക്കളെയൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവരുവാൻ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നാട്ടിലാണെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട്, ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടും. അവിടെ ചെന്നാൽ അതൊക്കെ കിട്ടുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന അവസരത്തിൽ ഈ വിദേശ രാജ്യത്തുള്ള മക്കൾ അവർ തങ്ങളുടെ കുഞ്ഞു മക്കളെയൊക്കെ മലയാളം അല്ലെങ്കിൽ അവരുടെ ഭാഷ, സ്വന്തം ഭാഷ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കണം. കാരണം അവരൊക്കെ നാട്ടിലേക്ക് വരുമ്പം അവരുടെ കസിൻസിൻ്റെയൊക്കെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആകെ വിഷമിക്കുന്നത് സംസാരിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അവർ പറയുന്ന ഭാഷ ഇവർക്ക് മനസ്സിലാവില്ല, ഇവർ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെ മക്കളെയൊക്കെ ഒരുക്കി നാട്ടിലേക്ക് വന്നു കഴിയുമ്പം പ്രായമായ അപ്പച്ചൻ്റെയും അമ്മയുടെയൊക്കെ അടുക്കിലേക്ക് പോകാനും അവരെയൊക്കെ സംസാരിക്കാനും ഒക്കെ ഈ മക്കൾക്ക് സാധിക്കും. നമുക്കറിയാം, അണുകുടുംബങ്ങളിൽ അപ്പനും അമ്മയുമുണ്ട്, ഒന്നോ രണ്ടോ മക്കളുമുണ്ട്. രണ്ടുപേരും ഒത്തിരി സമയം ചെലവഴിക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും സമയം ചെലവഴിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ 3-4 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ അവരുപയോഗിക്കുന്ന മൊബൈൽ കൊടുക്കും. അതിൽ വീഡിയോ ഗെയിംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും, കാർട്ടൂൺ കാണും. അങ്ങനെയൊക്കെ ജീവിതം മുമ്പോട്ട് പോവുകയാണ്. എപ്പോഴും ഈ കുഞ്ഞ് സ്ക്രീനിൻ്റെ മുന്നിലായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ വരുമ്പം ഒരു സംഭാഷണമില്ല, ഒരു സന്തോഷമില്ല, അങ്ങനെ പോവുകയാണ്. ഒറ്റപ്പെട്ട കോണുകളിലേക്ക് മക്കൾ പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ
മറുവശത്ത് എനിക്കറിയാം ഒരു കുടുംബത്തെ, 5 മക്കളുണ്ട് ആ കുടുംബത്തിൽ. ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു. 2:30 മുതൽ 4 വരെയുള്ള സമയത്ത് അവർ വർക്ക് ചെയ്യുന്നത് വർക്ക് അറ്റ് ഹോമാണ്. ആ ജോലി ചെയ്യുന്ന സമയത്ത് 2:30 മുതൽ 4 വരെയുള്ള സമയം മക്കൾ വരുന്ന സമയമാണ്. അവർ ബ്രേക്ക് എടുക്കും. ഈ മക്കൾ വന്നു കഴിയുമ്പം അവരുടെ സ്കൂളിലെ അന്നത്തെ വിശേഷങ്ങൾ, കൂട്ടുകാരുമായിട്ട് കളിച്ച കാര്യങ്ങൾ, ഇനിയും പരീക്ഷയിൽ ജയിച്ചതിൻ്റെ പരാജയപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ, ടീച്ചറിനെ കുറിച്ച്, കൂട്ടുകാരെക്കുറിച്ച് അവരുടെ എല്ലാ വിശേഷങ്ങളും പറയുകയും അവരോടൊപ്പം കുറേ സമയം പങ്കിടുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ള കുടുംബത്തിലാണ് വലിയ ബന്ധങ്ങളുടെ ആഴം ഉണ്ടാവുക. അങ്ങനെ ബന്ധങ്ങളുടെ ആഴമുണ്ടായി പറഞ്ഞയക്കുന്ന മക്കൾ എവിടെ പോയാലും മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും, ഒരു സംരക്ഷണമായിട്ട് മാറും. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, വേദനകൾ നാഥ സമർപ്പിക്കുന്നു. അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങ് വളർന്നു വന്നതുപോലെ വളർന്നു വരുവാൻ, നാടിനും കുടുംബത്തിനും അനുഗ്രഹമായി മാറുവാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.